നമസ്കാരം. ഇന്ന് ഗസ്റ്റ് ടൈമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ഫെസി ലൂയിസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറി, എയിംസ്. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമ്മളോട് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. ഒരു ഭയങ്കര തിരക്കിനിടയിൽ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നത് എന്തുകൊണ്ടാണ് സർ? ആദ്യം അല്ല, നമ്മൾ തിരക്കല്ലല്ലോ. നമുക്ക് ഈ നമ്മുടെ ഫീൽഡ്, നമ്മുടെ ഇത് എല്ലാവരും അത് ആവശ്യമുള്ളവർ അതിനെപ്പറ്റി അവയർനെസ് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, അത് വന്ധ്യത നിവാരണ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിന് എന്താണ്, എപ്പോൾ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് പോകണം, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആർക്കൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടാവും. പലരും ഇതിന് അവയർനെസ് അല്ലെങ്കിൽ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കൊല്ലങ്ങളോളം ഇരുന്ന് പിന്നെ പ്രായം കൂടി കഴിഞ്ഞ് പിന്നെ പലതും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് തോന്നിയത്. അതെ, ഓക്കെ സാർ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയിട്ടാണ്. അപ്പോൾ ഇപ്പം സാറ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ടൈമും ഇപ്പോഴത്തെ ടൈമും വെച്ചിട്ട് ഒരുപാട് എവല്യൂഷൻ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടാവും. ആ വിറ്റ്നസ് ചെയ്ത കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ഒന്ന് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ഫീൽഡിൽ 1997 ആദ്യമായിട്ട് ഇൻഫെർട്ടിലിറ്റി IVF ഫീൽഡിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 25 വർഷത്തിന് മേലെയായി. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അന്ന് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ IVF അതിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ട്രീറ്റ്മെൻറ്റ്, അത് വളരെ കുറച്ച് പേർക്കേ അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള എന്താണെന്നുള്ളൊരു പേടി, എല്ലാവർക്കും സംശയങ്ങളുണ്ട്. ഇപ്പോൾ അത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 80ഓളം IVF സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇനീഷ്യലി ഒരു 10 വർഷം മുമ്പ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറി കഴിഞ്ഞ ഒരു 2022 ജനുവരി മുതൽ ഇന്ത്യയിലെ IVF ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകമായിട്ടുള്ള നിയമം തന്നെ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലങ്ങൾ കൊണ്ട് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസും അതേമാതിരി ആക്റ്റും വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ മുമ്പത്തിനൊക്കെ കൂടുതൽ ആൾക്കാർക്ക് IVF ട്രീറ്റ്മെൻറ്റിന് എടുക്കാൻ ധൈര്യം കിട്ടിയിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇത് വിദേശത്തുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസും ഇപ്പോൾ ഇന്ത്യയിലെ പല സെൻറ്റേഴ്സിലുമുണ്ട്. പിന്നെ ഒരു 20 വർഷം മുമ്പ് IVFന് വന്നിരുന്ന ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും നമ്മൾ വലിയ വ്യത്യാസമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പല ഇതിനുപയോഗിക്കുന്ന മീഡിയാസ്, എഗ്ഗും സ്പെമും ഒക്കെ പുറത്ത് വെച്ച് വളരുന്നതിനുള്ള മീഡിയ ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഈ 20 വർഷം കൊണ്ട് കാര്യമായിട്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ പലർക്കും, പക്ഷേ ഒരാൾക്ക് അഫോർഡബിലിറ്റി, ഒരു ട്രീറ്റ്മെൻറ്റ് അഫോർഡബിലിറ്റി 20 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിൽ അഫോർഡബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് പോകാൻ സാധിക്കുന്നുണ്ട്. അതാണ് കോസ്റ്റിൻ്റെ ഫാക്ടർ. രണ്ടാമത്, ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി അവബോധം വരുമ്പോൾ പലപ്പോഴും നേരത്തെ കൂട്ടി തന്നെ ട്രീറ്റ്മെൻറ്റ് പോവുകയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ IVF എന്ന് പറഞ്ഞാൽ പലരും, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒക്കെ മെഡിസിൻ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ, എൻ്റെ നാട് കുന്നംകുളമാണ്. കുന്നംകുളത്ത് തന്നെയുള്ളവർക്ക് പലർക്കും IVF വേണ്ട ആൾക്കാർക്ക് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പല മാഗസിനുകളിലും ഇതിനെപ്പറ്റി വന്ന് അതിനെപ്പറ്റി എന്നോടൊക്കെ ചോദിച്ചറിഞ്ഞ ഒരു ബോംബെ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോഴും അവർക്ക് അവിടെ പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ കോസ്റ്റ് എല്ലാം അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് മാറി. ഇപ്പോൾ അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്, ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഓവർ ദി ഇയേഴ്സ് വന്നിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡബിലിറ്റി ഉണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് നേരത്തെ പോകുന്നു. ഏജ് കൂടുന്തോറും ട്രീറ്റ്മെൻറ്റ് വിജയ ശതമാനം കുറഞ്ഞു വരും. അപ്പോൾ നേരത്തെ കൂട്ടി ചെയ്യുക വഴിയായിട്ട് ശരിക്കും IVF വേണ്ട ആൾക്കാർക്ക് അതുകൊണ്ട് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ദമ്പതികളെ കുട്ടികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റിയും കൂടി, സൗകര്യങ്ങൾ കൂടി, അതിൻ്റെ അവയർനെസ് കൂടി, അതാണ് ഓവർ ദി ഇയേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കൊല്ലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളൊരു വേറൊരു ഡെവലപ്മെൻറ്റ്, മരുന്നുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം. പണ്ട് IVF ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ശരീരത്തിൽ സ്ത്രീകൾക്ക് ഒരു എഗ്ഗ് ഉണ്ടാവുന്നതിന് പകരം നമ്മൾ കൂടുതൽ എഗ്ഗ് ഉണ്ടാക്കി അത് വയറ്റിലേക്ക് വിരിയണേക്ക് മുമ്പ്, എഗ്ഗ് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിന് 10 അംശം ഉണ്ടാവുള്ളൂ. വിരിയണേക്ക് മുമ്പ് നമ്മളത് പുറത്തെടുത്ത് മൈക്രോസ്കോപ്പിക്കൂടെ ഒരു എഗ്ഗ് നോക്കി, ഒരു എഗ്ഗും സ്പേമുമായിട്ട് ചേർത്ത് കുട്ടിയാക്കിയിട്ട് തിരിച്ച് ഗർഭത്തിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറ്റിലേക്ക് വിരിയാതിരിക്കാനുള്ള മെഡിസിനൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ മെഡിസിൻ്റെ കോസ്റ്റ് വരുന്നത്.
അപ്പോൾ ഒരിക്കൽ കിട്ടിയിട്ടുള്ള എഗ്ഗ് ബ്രൂൺ ആക്കിയിട്ട് തിരിച്ചിടണം. എന്നിട്ട് ഗർഭിണി ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എത്ര നന്നായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഭ്രൂണമായിട്ട് ഗർഭത്തിൽ തിരിച്ചിട്ട് 50% മാക്സിമം ഗർഭം ധരിക്കുക ഒരു പ്രാവശ്യം ഭ്രൂണിട്ടാൽ. അപ്പോൾ ഈ അതിൽ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് വന്നിട്ടുള്ള വേറെ ഡെവലപ്മെൻ്റാണ് ഈ ഭ്രൂണം തണുപ്പിച്ച് വെക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഒരു പ്രാവശ്യം എംബ്രിയോ ഫ്രീസിങ് മുമ്പുണ്ടെങ്കിൽ അതിൽ വിട്രിഫിക്കേഷൻ ടെക്നിക്ക് വന്ന് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരിക്കൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഒരു പ്രാവശ്യം ഇട്ടായിട്ടില്ല എങ്കിൽ പിന്നെ യൂട്രസ് ലൈനിങ് മാത്രം പ്രിപ്പയർ ചെയ്ത് വീണ്ടും ഇടും. അപ്പോൾ വളരെ ചെറിയ കോസ്റ്റ്, ശരിക്കും IVF-ൻ്റെ 10-1 കോസ്റ്റിൽ വീണ്ടും യൂട്രസ് പ്രിപ്പയർ ചെയ്ത് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഭ്രൂണങ്ങൾ വീണ്ടും നമുക്ക് ഗർഭത്തിലിടാൻ പറ്റും. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമുക്ക് മാക്സിമം സക്സസ് റേറ്റ് അവർക്ക് കിട്ടാവുന്ന 50% കിട്ടുന്നവരാണെങ്കിൽ 50% കിട്ടും. അപ്പോൾ ടോട്ടൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ടു എ സക്സസ്ഫുൾ പ്രഗ്നൻസി, ഒരു ട്രീറ്റ്മെൻറ്റ് എഗ് എടുത്ത് തിരിച്ച് ഭ്രൂണിട്ട് കുട്ടിയാവുന്നതിനുള്ള കോസ്റ്റ് കുറഞ്ഞു വരിക. കാരണം ഒരു പ്രാവശ്യമായിട്ട് വീണ്ടും ചെയ്യണതിൻ്റെ കോസ്റ്റ് വരുന്നില്ല. ഇതാണ് ഈ 2 കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇതിപ്പം ഡോക്ടർ പറയുമ്പോൾ തന്നെ ഒരു 20 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അതേ റേറ്റിലാണ് ഇപ്പോഴും ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സർട്ടൻ കൈൻഡ്സ് ഓഫ് പീപ്പിൾസിന് ഇപ്പോഴും ഇത് ഒട്ടും അഫോർഡബിൾ അല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ IVF-ലേക്ക് പോയി കഴിഞ്ഞാൽ ഇതും സക്സസ് ആവുമോ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് പോകുമോ എന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ട്. ഇവരോടൊക്കെ ഡോക്ടറിന് എന്താ പറയാറുള്ളത്? ഒന്ന്, IVF എല്ലാവർക്കും ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു അവസാന വാക്ക് മാത്രമാണ്, അല്ലാണ്ട് ആദ്യം തന്നെ IVF ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലവർക്ക് വെറുതെ കൗൺസിലിംഗ് കൊണ്ട് തന്നെ പലവരുടെയും അവരുടെ ജീവിതശൈലിയും അവരുടെ ദിനചര്യങ്ങളും മാറുന്നത് തന്നെ പ്രോപ്പറായിട്ട് ഓവുലേഷനോ സെമനിലെ വ്യത്യാസങ്ങളൊക്കെ വരാം. ചിലവർക്ക് മെഡിസിൻസ് മാത്രം മതി. ചിലവർക്ക് സർജറി, ലാപ്രോസ്കോപ്പി സ്ത്രീകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ സർജറി ഇത് ചെയ്താൽ മതിയാവും. ചിലവർക്ക് ഇതും പറയുകൊണ്ട് പറ്റിയില്ലെങ്കിൽ ബീജം ഹസ്ബൻഡ് വാഷ് ചെയ്ത് യൂട്രസിൽ വയ്ക്കുന്ന IUI ട്രീറ്റ്മെൻറ്റ് മതി. ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് IVF വേണ്ടു. പക്ഷേ ചില ആൾക്കാർക്ക് ഇപ്പോൾ യൂട്രസിൻ്റെ സൈഡിലുള്ള ട്യൂബ് അണ്ടും ബീജം കൊണ്ട് ചേരുന്ന ട്യൂബ് ബ്ലോക്ക് മാറ്റാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. അതുപോലെ പുരുഷന്മാരുടെ ബീജം കൗണ്ട് വളരെ മോശമാണ്, ഇമ്പ്രൂവ് ചെയ്യണില്ല, അല്ലെങ്കിൽ ബീജം പുറത്ത് വരാത്ത അവസ്ഥ, വൃഷണത്തിൽ നിന്ന് ടെസ്റ്റിസിന് ബീജം കുത്തിയെടുത്ത് കിട്ടണമെങ്കിൽ അവർക്കും ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് വേണം. പക്ഷേ അവർക്ക് ആവശ്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി ചെയ്യേണ്ടിയും വരും. പക്ഷെ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഏജ് കൂടും തോറും ഈ IVF-ൻ്റെ വരെ ഈ 50% സക്സസ് റേറ്റ് കിട്ടുന്ന 40 വയസ്സാകുമ്പോൾ 30% ആവും, 43 ആകുമ്പോൾ അത് 10% തന്നെ താഴെയാവും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് നമ്മൾ കോസ്റ്റ് ചിലവാക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആവശ്യമുള്ളവർക്ക്. അതേസമയം IVF എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കിട്ടുകയാണ് ഇൻഫെർട്ടിലിറ്റിയിലെ ഏറ്റവും പ്രധാനം. ഇഷ്ടംപോലെ IVF സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ആ ഗൈഡൻസ് കറക്റ്റായി കിട്ടി ആവശ്യമുള്ളവർക്ക് മാത്രം IVF, ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഏജ് കൂടുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് ചാൻസസ് കുറയാൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ, അതായത് ഭാര്യമാരുടെ ഭാര്യയുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് സക്സസ് റേറ്റ് ഡെഫിനറ്റ്ലി കുറഞ്ഞു വരും. ഓക്കെ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ വീട്ടിലിങ്ങനെ പറയും, നമ്മുടെയൊക്കെ ഓരോ ഇഷ്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സിലെ തന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പറയും, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെ എൻ്റെ അമ്മമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങനെ പറയും. ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ചെറുതിൽ തന്നെ, ഇപ്പം എനിക്കൊരു ഓവറി സർജറി കഴിഞ്ഞത്. അപ്പം നമ്മുടെ സമയത്ത് അവർ പറഞ്ഞത് ഈ പ്രായത്തിലതൊക്കെ നമുക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പോൾ ഈ 70 നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയും. അപ്പം ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കരമായിട്ട് ഈ ഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് തമ്മിലുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട്. ഇത് ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണോ അതോ ഞങ്ങളുടെയൊക്കെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ പ്രശ്നമാണോ? രണ്ടുമുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ സ്ത്രീകൾ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിരുന്നു. അപ്പം അത് ഇപ്പോൾ 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രോബ്ലംസ് അല്ല, കുറേ നാൾ വൈകും തോറും സ്ത്രീകൾക്ക് എൻഡോമെട്രിയോസിസ്, അതായത് ഒട്ടിപ്പിടുത്തങ്ങൾ വരാം, അങ്ങനത്തെ അസുഖങ്ങൾ വരാം, ഫൈബ്രോയിഡ്സ് വരാം, അങ്ങനെ പല അസുഖങ്ങൾ വരാം. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് വരാവുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ, എബോവ് 35-ന് മേലെ പോകുന്നതാണ് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഗർഭം ധരിക്കണം ആണ് പലരുടെയും ചിന്ത. പക്ഷേ എല്ലാം നോർമലായിട്ടുള്ള ഭാര്യയും ഭർത്താവിനും 1 മാസം ഗർഭം ധരിക്കാനുള്ള സാധ്യത 20% ആണ്.
അതുകൊണ്ടാണ് ഒരു വർഷം ഒന്നിച്ച് താമസിച്ച് ഗർഭം ധരിക്കാൻ ശ്രമിച്ച് വേറെ പ്രൊട്ടക്ഷൻസ് ഒന്നും ഇല്ലാതെ ശ്രമിച്ചതിന് ശേഷം ഗർഭിണിയായിട്ടില്ലെങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടോ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് സ്ത്രീകളുടെ പ്രായം 30 വയസ്സിന് താഴെ, 30 വയസ്സിന് മേലെ പോകുന്നവർ, അല്ലെങ്കിൽ ഒന്നിച്ച് ഭാര്യയും ഭർത്താവും ഒന്നിച്ചല്ല താമസിക്കുന്നത്, ഒന്നിച്ച് താമസിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട്, ശരീരമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കും. അതേമാതിരി തന്നെയാണ് ഈ സ്ത്രീകളുടെ പീരീഡ്സ്. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ പ്രോബ്ലം. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറിയാണ്. അതായത് പോളിസിസ്റ്റിക് ഓവറി എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഓവറിയിൽ ചെറിയ ചെറിയ കുരുക്കളുമാതിരി വന്നിരിക്കുന്നതിനാണ്. അത് ഞാനെപ്പോഴും ഉദാഹരണം പറയുന്നത്, നമ്മൾ ചെറിയ കുരുക്കളുണ്ടായിട്ട് അതിൽ നിന്ന് ഒരു എഗ്ഗ് മെച്ചുറായിട്ട് വരുമ്പോഴാണ് എഗ്ഗ് ഉണ്ടാവുക, ഓവുലേഷൻ എന്ന് പറയാം. ഈ വെറും PCO മാത്രം സ്ത്രീകൾക്ക് ഒരു 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു 20-22% സ്ത്രീകൾക്കും പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടാവും. പക്ഷെ അവർക്ക് ഓവുലേഷൻ ശരിക്കും നടക്കുന്നുണ്ടെങ്കിൽ, എഗ്ഗ് ശരിക്കും ഉണ്ടാവുകയാണെങ്കിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് സ്ത്രീകൾ ഗർഭിണിയായിട്ടും 14 ദിവസം കഴിയുമ്പോൾ പീരീഡ് വരും. അപ്പോൾ 28 ദിവസത്തിലാണ് ആർത്തവ ചക്രം എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കുക 14th ഡേ. 38 ദിവസമാണെങ്കിൽ അത് 24ാമത്തെ ദിവസം. അപ്പോൾ ആ പീരീഡ് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞാൽ പീരീഡ് വരും. പക്ഷെ അവർക്ക് അവരുടെ ജീവിതശൈലി മാറാണ്, ഭക്ഷണ രീതികൾ വ്യത്യാസം വരും. ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക, മധുരമുള്ള കൂടുതൽ കഴിക്കുക, തടി കൂടുതലാണ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോകുമ്പോൾ ലൈഫ് സ്റ്റൈൽ മാറുക, അല്ലെങ്കിൽ ഗൾഫിൽ ജോലിയായിട്ട് പോവുക, അല്ലെങ്കിൽ വേറെ ജോലി അധികം എക്സസൈസും ചെയ്യാൻ പറ്റാത്ത ജോലികൾ വരികയാണെങ്കിൽ അവർക്ക് ഈ പോളിസിസ്റ്റിക് ഓവറിയുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് ഓവുലേഷൻ പ്രോബ്ലം വരും. ഓവുലേഷൻ പ്രോബ്ലം വരുന്നതാണ് പീരീഡ് ഇറഗുലർ ആവുന്നത്. അതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ജീവിതശൈലിയും ഭക്ഷണ രീതി തന്നെ. ജങ്ക് ഫുഡ്സ് പ്രധാനമായിട്ടും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാരണമാണ്. അത് എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ശരിക്കും? അങ്ങനെയല്ല, ഇപ്പം നമ്മളിപ്പോൾ പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ കുഴപ്പമില്ല. റെഗുലർ അല്ലാത്തവരാണെങ്കിൽ, പ്രത്യേകിച്ച് തടിയുള്ളവരാണെങ്കിൽ, ഈ PCO തന്നെയുള്ളവർ, ലീൻ PCO എന്ന് കരുത്ത് കുറഞ്ഞവരുണ്ട്, ഒബീസ് PCO ഉണ്ട്. ഒബീസ് എന്ന് പറഞ്ഞാൽ തടി കൂടുതലുള്ള, BMI കൂടുതലുള്ളവർ. ഒബീസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി തടി കുറയ്ക്കാൻ നോക്കണം, ഡെയിലി കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ നോക്കണം, മധുരമുള്ള ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കണം. അതാണ് ജീവിതശൈലി മെയിൻ. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ നോർമലാവാം. ഓവുലേഷൻ നോർമലായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാസത്തെ 20% ചാൻസ് എന്ന് പറഞ്ഞാൽ പീരീഡ് കറക്റ്റായി വരികയാണെങ്കിൽ ഒരു 12 സൈക്കിൾ ചാൻസ് കിട്ടും. പീരീഡ് റെഗുലർ ആണെങ്കിൽ അവരുടെ ചാൻസ് പഴയ മാതിരി കിട്ടുന്നില്ല. പിന്നെ ഇതിനൊക്കെ കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷന് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ, പലരും പഴയ മാതിരിയല്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർ തന്നെ പലരും ആദ്യം തന്നെ കുട്ടികൾ വേണ്ടാന്ന് വെക്കും, അതിന് പിന്നെ വേണമെന്ന് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് ആവണം തോന്നും. അപ്പോൾ ഈ അവയർനെസ് പലപ്പോഴും കിട്ടുന്നില്ല. പിന്നെ ഏജ് ഏജ് ഓഫ് മാരേജ് കൂടും, 30 വയസ്സിന് കൂടുന്നവർ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരാം. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, പലരും കല്യാണം കഴിഞ്ഞാലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സെക്ഷൽ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കുറഞ്ഞുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. പ്രത്യേകിച്ച് മൊബൈലോ, അല്ലെങ്കിൽ മൊബൈലാണ് ഏറ്റവും കൂടുതൽ. കമ്പ്യൂട്ടർ വന്ന സമയത്തൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല. മൊബൈലാവുമ്പോൾ എല്ലാവരും കൂടുതൽ സമയം സോഷ്യൽ മീഡിയ അഡിക്റ്റ്. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഇത് കുറയാണ്. അതിനൊക്കെ കൂടുതൽ അവർ ടൈം ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ പലരും ഇപ്പോൾ ഞാനൊരു 10 വർഷം മുമ്പ് നമ്മളൊരു മാസത്തിൽ ഒരു പേഷ്യൻ്റൊക്കെ ഒരു സെക്ഷൽ പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ വന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ആഴ്ചയിൽ 2-3 പേഷ്യൻസ് തന്നെ ഇതുവരെ ബന്ധപ്പെടാത്ത, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായിട്ട്, അത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാർ വരെയുള്ളവരും ബന്ധപ്പെടാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന ഇത് വരുന്നതാണ്. അതായത് സോഷ്യൽ മീഡിയ അഡിക്ഷനും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെർഫോമൻസ് ആങ്സൈറ്റി, പിന്നെ അതൊക്കെ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ വരുന്നുണ്ട്. അതാണ് ഈ ജീവിതശൈലിയുടെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ സെക്സ് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്ന പോലെ ഈ ഇൻഫെർട്ടിലിറ്റി അവയർനെസ് ക്ലാസ്സുകളും ശരിക്കും ഇപ്പോൾ യങ് ഏജിലുള്ളവർക്ക് അത്യാവശ്യമല്ലേ? ഡെഫിനറ്റ്ലി ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരു വന്ധ്യത അനുഭവിക്കുന്ന ഒരു ദമ്പതികളല്ലാണ്ട് ഒരു മെയിൽ ഒറ്റയ്ക്ക് ഫീമെയിൽ വരികയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പാർട്ട്ണറിങ് കൂട്ടി വരാനാണ് പറയാം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ആദ്യം തന്നെ അവരുടെ സെക്ഷൽ ഹിസ്റ്ററിയൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഏത് സമയത്താണ് പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതൽ, പീരീഡിൻ്റെ എത്ര പ്രാവശ്യം നോർമലായിട്ട് ട്രൈ ചെയ്യാൻ ബന്ധപ്പെടണം, എത്ര ചാൻസ് ഓഫ് പ്രഗ്നൻസി ഉണ്ട്, എങ്ങനെയാണ് പ്രഗ്നൻസി സംഭവിക്കുന്നത്, അതായത് ഓവുലേഷൻ നടന്ന് എഗ് ട്യൂബിലേക്ക് കയറുമ്പോൾ സ്പേം എത്തും, ആ പ്രോബബിലിറ്റി എന്താണെന്ന് പടം കാണിച്ച് വിശദമായിട്ട് പറഞ്ഞ് അവരുടെ സംശയം ക്ലിയർ ചെയ്തതിന് ശേഷമേ
ബാക്കിയുള്ള എക്സാമിനേഷൻ പാർട്ടും ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് പോവുള്ളൂ. കാരണം അതിൽ തന്നെ പലപ്പോഴും പല ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് അവർക്ക് പിന്നത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയസാധ്യതയും ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്തവർക്ക് തന്നെ പലർക്കും ജസ്റ്റ് ഈ അഡ്വൈസ് കൊണ്ട് തന്നെ ക്ലിയർ ആവാൻ സാധിക്കും. അതാണ് ആ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അത് മസ്റ്റാണ് ഈ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട്. പലപ്പോഴും പല സഭകളും ചില ക്രിസ്ത്യൻ സഭകളിലൊക്കെ കല്യാണത്തിന് മുമ്പ് ഓരോ കോഴ്സുകളുണ്ട്. ആ ക്ലാസ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഒരു മോറൽ വാല്യൂസിനെയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനത്തെ അവയർനെസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതേമാതിരി സമൂഹത്തിലെ അല്ലെങ്കിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ക്ലാസ്സുകളും അല്ലെങ്കിൽ നടത്തേണ്ടത് ഐ തിങ്ക് ഇറ്റ് ഈസ് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആ അവയർനെസ് പലർക്കും ഇല്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പീരീഡ്സ് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് ആ ഒരു ഡേറ്റിൻ്റെ ക്ലാഷുകൾ ഇപ്പോഴും പല ആൾക്കാർക്കും, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും സംസാരിക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകാനും വയ്യ, എന്നാ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല, എല്ലാം മറ്റേ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്ന പോലെ. പലരും ഇപ്പൊ ആപ്പിന്റെ ഈ ഓവുലേഷൻ ആപ്പ് ഉണ്ടെന്ന് പറയും. പക്ഷെ ആപ്പ് ഈസ് റിലയബിൾ പീരീഡ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ റിലയബിൾ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓവുലേഷൻ കഴിഞ്ഞ് 14 days കഴിഞ്ഞാലാണ് പീരീഡ് വരിക, അല്ല ഗർഭിണിയായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഓവുലേഷൻ്റെ പീരീഡ് ഇറഗുലർ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും ആപ്പ് വഴി പോകാൻ പറ്റില്ല. ഒന്നത്. രണ്ടാമത് ഈ ആപ്പ് വഴി നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ആ ദിവസങ്ങൾ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ നോക്കുകയാണ് പലപ്പോഴും. അപ്പോൾ 2 പ്രോബ്ലംസാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ആ സമയത്ത് പലപ്പോഴും സെക്ഷൽ പ്രോബ്ലം, ഇറക്ഷൻ പ്രോബ്ലം, പെർഫോമൻസ് ആങ്സൈറ്റി വരും. ഇതെല്ലാം ഇമോഷണൽ ആസ്പെക്റ്റ് അതിൽ നിന്ന് പോവാണ്. അതൊന്ന്. രണ്ടാമത്, കുറച്ച് ദിവസം കോണ്ടാക്ട് ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ സ്പേമിൻ്റെ കുറച്ച് വോളിയം കൂടിയാലും ഡെഡ് സ്പേംസ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റുട്ടീനായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആൾട്ടർനേറ്റ് ഡേ അല്ലെങ്കിൽ വീക്ക്ലി 2-3 times കോണ്ടാക്ട് ചെയ്യുന്നതാണ് എപ്പോഴും പ്രഗ്നൻസിക്ക് നല്ലത്. ആണല്ലേ. ഇപ്പം ഏജ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ബേബിയുടെ ഹെൽത്ത് ഇഷ്യൂസ് അതിനകത്തൊക്കെ ബാധിക്കുന്നുണ്ടോ? കാരണം ഇപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് വരുമ്പോൾ മിക്ക ബേബീസിനും ഇപ്പോൾ പുറത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് പറയുന്നതായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ പ്രായം കൂടുന്നതിൻ്റെ പ്രശ്നം കൂടിയാണോ? അത് സയൻറ്റിഫിക്കലി കുറേ നാളായിട്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സ്ത്രീകളുടെ ഏജ് കൂടും തോറും ഈ ഡൗൺ സിൻഡ്രോം മുതലായ ക്രോമസോമൽ അനോമലീസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഒരു 25 വയസ്സായിട്ടുള്ള സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡൗൺ സിൻഡ്രോം ഒക്കെ ഉണ്ടാവുന്ന ഇപ്പോൾ ഒരു 4000 അല്ലെങ്കിൽ 8000 ഒരാൾക്കാണെങ്കിൽ അത് 40 വയസ്സാകുമ്പോൾ അത് 200-ന് താഴെയായിട്ട് കുറയും. അത്രയും വ്യത്യാസം വരും. അപ്പോൾ പക്ഷേ അതിൽ പഴയ മാതിരി അത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4 മാസം ആവണേക്ക് മുമ്പ് തന്നെ കുട്ടിയുടെ ഒരു ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി സ്കാനും അതേമാതിരി ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്ത് ഏജ് വൈസിനൊക്കെ കൂടുതൽ റിസ്ക് ഉണ്ടോ എന്നറിയാം. അത് ആ റിസ്കിൻ്റെ എന്തെങ്കിലും പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ഈ അമ്മേന്ന് കുട്ടിയിലേക്ക് ഉള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ മറുപിള്ളയെ കൂടെ, അതിൽ കൂടെ വരുന്നതുകൊണ്ട് മറുപിള്ളയുടെ ചുറ്റുമുള്ള ആ എംനോട്ടിക് ഫ്ലൂയിഡ്, കുട്ടിയുടെ ചുറ്റുമുള്ള എംനോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നവരെ ആക്യുറേറ്റ് ആയിട്ട് അറിയാം. ഇപ്പോൾ അതുമല്ല, അമ്മേൻ്റെ ബ്ലഡ് എടുത്ത് ആ ബേബിയുടെ കോശങ്ങളിൽ കൂടെ ക്രോമസോമൽ അനോമലീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ അതൊരു പഴയ മാതിരി പറയണ ആവശ്യമില്ല. ഒരു 8-10 വർഷം മുമ്പ് അത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര വറി ഉണ്ടായിരുന്നു ഏജ് കൂടുന്നതനുസരിച്ച്. ഇപ്പോൾ അതിനുള്ള മാർഗങ്ങളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. പെർഫെക്റ്റ് ഏജ് എത്രയായിരിക്കും ശരിക്കും? പെർഫെക്റ്റ് ഏജ് എപ്പോഴും ലെസ് ദാൻ 32 ആണ് സ്ത്രീകളുടെ ഏജ്. പുരുഷന്മാരുടെ ഏജ് അത്ര ഇതില്ല. അതൊരു 60 വയസ്സിന് മേലെയാണ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുന്നുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ കുട്ടികളാവാൻ ഇഷ്ടമല്ലാത്തവരുണ്ട്. ഒരു 5 വർഷം കഴിയട്ടെ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ആൾക്കാർ തീരുമാനം എടുക്കുമ്പോൾ അതിന് മുമ്പ് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ വന്ന് കൺസൾട്ട് ചെയ്ത് അതിനായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് നന്നായിരിക്കില്ലേ? അത് നല്ലതാണ്. വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു പീരീഡ്സ് റെഗുലർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഒരു 4-5 കൊല്ലമായിട്ട് അപൂർവം ചിലവർക്ക് ഒരു യങ് ഏജിൽ, ഒരു 32 ഏജിൽ വരെ ഓവറിയുടെ ഫങ്ഷൻ കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. അത് പണ്ടൊക്കെ വളരെ വളരെ കുറവായിരുന്നു. പ്രിമച്ചർ ഓവേറിയൻ ഫെയിലിയർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആങ്ഷ്യസ് ആയിട്ടുള്ളവർ ഇപ്പോൾ പലരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കാൻ വഴിയായിട്ട് ഓവറിയുടെ ഫങ്ഷൻ റഫ്ലി അസസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എഗ് ഉണ്ടാവാനുള്ള കഴിവ് അറിയാൻ പറ്റും ആൻഡ്രൽ ഫോളിക്കൽ കൗണ്ട് വഴിയായിട്ട്. പിന്നെ AMH എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഓവറിയുടെ റിസർവ് അറിയാൻ, നമ്മളൊരു ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് അറിയണ മാതിരി തന്നെ റിസർവ് അറിയുന്ന ടെസ്റ്റാണ് AMH.
ഇത് രണ്ടും ചെയ്ത് വഴിയായിട്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റും. അതല്ല അതിന് കുറച്ച് പെട്ടെന്ന് കുട്ടികൾ വേണ്ട, കരിയറായിട്ടോ പഠിത്തമായിട്ടോ ഒക്കെ വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ഈ നമ്മളിപ്പോൾ വല്ല ക്യാൻസർ മുതലായ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി എഗ്ഗ് എടുത്ത് കല്യാണം കഴിഞ്ഞവർക്ക് ഭ്രൂണായിട്ടോ കല്യാണം കഴിയാത്തവർക്ക് എഗ്ഗായിട്ടോ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. പക്ഷെ അത് ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇനീഷ്യൽ പാർട്ട്, അതായത് ഭ്രൂണാക്കണ തിരിച്ചിടണേക്ക് മുമ്പ് വരെയുള്ള പാർട്ടാണ്. അപ്പോൾ അതിന് ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരും. അത് നമ്മൾ ഭ്രൂണാക്കിയിട്ടോ അല്ലെങ്കിൽ എഗ്ഗായിട്ടോ തണുപ്പിച്ച് വെച്ചാൽ തണുപ്പിക്കുമ്പോഴും തണുപ്പ് മാറ്റുമ്പോഴും ചെറിയ വ്യത്യാസം വരുള്ളൂ. അത് ഒരു ദിവസമല്ല, ഒരു 10 കൊല്ലം തണുപ്പിച്ച് വെച്ചാലും അതിന് വലിയ ഒരേ വ്യത്യാസങ്ങൾ വരുള്ളൂ. അപ്പോൾ അത് പലരും ഓപ്റ്റ് ചെയ്ത് വരുന്നവർ തന്നെയുണ്ട്. ക്വാളിറ്റിക്ക് കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരില്ല തണുപ്പിച്ച് വെച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് ആദ്യമായിട്ട് തുടങ്ങിയതൊക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ക്യാൻസറിന് ഇപ്പോൾ കീമോതെറാപ്പി റേഡിയോതെറാപ്പി എടുക്കുമ്പോൾ ഓവറിയുടെ ഫംഗ്ഷൻ നന്നായിട്ട് കുറയും. പുരുഷന്മാർക്കാണെങ്കിൽ ടെസ്റ്റിസിൻ്റെ ഫംഗ്ഷൻ കുറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബീജം അല്ലെങ്കിൽ എഗ്ഗോ അല്ലെങ്കിൽ എഗ്ഗ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭ്രൂണാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് അവരുടെ ഫങ്ഷൻ കുറഞ്ഞാലും ഏജ് കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഏജായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഓവറിയുടെ ഫങ്ഷനാണ്. യൂട്രസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് യൂട്രസിൽ വല്ല മുഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ആ പ്രോബ്ലം വരുള്ളൂ. പിന്നെയുള്ളത് നമ്മൾ ഗർഭിണിയാകുമ്പോൾ വരാവുന്ന ചെറിയ ഒരു കൂടുതൽ സാധ്യത BP-ക്കും അതേമാതിരി തന്നെ പ്രമേഹമൊക്കെ വരാനുള്ള സാധ്യത, അതൊന്നും അത്ര നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഒരു പരിധിവരെ. പക്ഷേ എഗ്ഗിൻ്റെ കഴിവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല. കാരണം എഗ്ഗ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എഗ്ഗ് ശരീരത്തിൽ നിന്ന് തന്നെ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ കഴിവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം എഗ്ഗ് കിട്ടില്ല.